ഹലോ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ ഗ്രാഫുകൾ വരച്ച് പഠിച്ചിരുന്നു. ഇന്നപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫ്. നമ്മൾ ഒരു വസ്തുവിനെ നിരീക്ഷിക്കുന്നു, ആ വസ്തുവിൻ്റെ ഗ്രാഫുകൾ വരയ്ക്കുന്നു. ഇതാണ് നമ്മളുടെ രീതി. അപ്പോൾ കേൾക്ക്, നിങ്ങളിങ്ങനെ നിൽക്കുന്നു. ഒരു കാറ്, ഇത്തവണ വീണ്ടും കാറായിക്കോട്ടെ അല്ലേ, കാർ അങ്ങനെ പോകുന്നു. ആ കാറ് പോകുന്നതിൻ്റെ വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള ടേബിളാണ് ഞാൻ വരയ്ക്കുന്നത്. നിങ്ങൾ കോപ്പി ചെയ്യണം. ടൈം, അതിൻ്റെ വെലോസിറ്റി, ടൈം ഇൻ സെക്കൻഡ്സ്, വെലോസിറ്റി ഇൻ മീറ്റർ പെർ സെക്കൻഡ്. കാറിൻ്റെയാണ്, അതുകൊണ്ട് C1 ഒന്നാമത്തെ കാറിൻ്റെ. നിങ്ങൾ സ്വിച്ച് ഓൺ, ടൈമർ ഓൺ ചെയ്യുന്ന സമയത്ത് 0 സമയം. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി ഒരു 8 മീറ്റർ പെർ സെക്കൻഡാണെന്ന് സങ്കല്പിക്കുക. 1 സെക്കൻഡ് കഴിയുമ്പോഴും 8, 2 സെക്കൻഡ് കഴിയുമ്പോഴും 8, 3 സെക്കൻഡ് കഴിയുമ്പോഴും 8, 4 സെക്കൻഡ് കഴിയുമ്പോഴും 8, 5 സെക്കൻഡ് കഴിയുമ്പോഴും 8 മീറ്റർ പെർ സെക്കൻഡ്. എന്ന് വെച്ചാൽ എന്താ ഈ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 8 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ 1 സെക്കൻഡിൽ പോകുന്ന ദൂരമാണ് വെലോസിറ്റി. അല്ലെങ്കിൽ വെലോസിറ്റി ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ 1 സെക്കൻഡ്. ആ ഡെഫിനീഷൻ ഓർത്തിരുന്ന് പഠിക്കണേ, പ്രധാനപ്പെട്ടതാണ്. നമ്മളത് ഡെഫിനീഷനായ രീതിയിൽ നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. സോ യു ലേൺ ദാറ്റ് വെലോസിറ്റി ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ 1 സെക്കൻഡ്. അപ്പോൾ ഒരു കാര്യം നമുക്കിത് മനസ്സിലായി. 1 സെക്കൻഡിൽ ഈ കാറ് 8 മീറ്റർ പോകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ 5 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം പോയിട്ടുണ്ടാവും ഈ കാറ്? ഡിസ്പ്ലേസ്മെൻറ്റ് S ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? 1 സെക്കൻഡിൽ 8, അപ്പോൾ 5 സെക്കൻഡിൽ ഓക്കെ, കണ്ടുപിടിക്കുന്നത് 8 × 5 40 മീറ്റർ പോയിട്ടുണ്ടാവും. ശരിയല്ലേ? അപ്പോൾ നിങ്ങളിങ്ങനെ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കാറിന് നോക്കുകയാണെങ്കിൽ 5 സെക്കൻഡ് കഴിയുമ്പോൾ 40 മീറ്റർ അകലെ എത്തിയിട്ടുണ്ടാവും കാറ്. അപ്പോൾ ഇതിന് വേണ്ടി നമുക്കൊരു ഫോർമുലയും ഉണ്ടാക്കാം. ഇത് വെലോസിറ്റിയാണ്, ഇത് ടൈമാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വെലോസിറ്റി V × T എന്ന ഒരു ഫോർമുലയും നമുക്ക് ഉണ്ടാക്കാം. ഇത് ഏത് തരം മോഷനാണ്? വെലോസിറ്റി കോൺസ്റ്റൻറ്റ് മോഷനാണ്, അതായത് യൂണിഫോം മോഷനാണ്. അപ്പോൾ യൂണിഫോം മോഷൻ ഈ ഇക്വേഷൻ അനുസരിച്ചിട്ടാണ് നടക്കുക എന്നാണ് നമ്മൾ പറയുക. ഇനി നമ്മൾ ഈ കാറിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുന്നു. ഗ്രാഫ് ഞാൻ ഇവിടെ വരയ്ക്കുന്നു. നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് പോസിറ്റീവ് വെലോസിറ്റിയും നെഗറ്റീവ് വെലോസിറ്റിയും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഗ്രാഫ് പേപ്പറിൻ്റെ നടുക്കാണ് ടൈം ആക്സിസ് വരയ്ക്കേണ്ടത്. ശ്രദ്ധിക്കുക, ഇത് Y ആക്സിസിൽ വെലോസിറ്റിയാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ്, VT ഗ്രാഫ് എന്ന പേര്. ഇവിടെ സ്കെയില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കെയില് ചൂസ് ചെയ്യാം. ഞാനൊരു സ്കെയില് സജസ്റ്റ് ചെയ്യുന്നത്, ഞാൻ കാണിക്കുന്ന ഗ്രാഫിൻ്റെ സ്കെയില് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് X ആക്സിസിൽ 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 0.5 സെക്കൻഡ്. 0.5 സെക്കൻഡ് അപ്പം വലിയ ഗ്രാഫായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി Y ആക്സിസിൽ ഞാൻ ഇവിടെ എഴുതുന്നത്, ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ്, നിങ്ങൾ അവിടെയാണ് എഴുതേണ്ടത്. 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 2 മീറ്റേഴ്സ് എന്ന് എടുക്കുന്നു. അപ്പോൾ ഈ സ്കെയിൽ ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഗ്രാഫ് വരയ്ക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാറിൻ്റെ ഗ്രാഫ് നമ്മൾ വരച്ച് ചേർക്കുന്നു. അപ്പോൾ പോയിൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്ത് ഗ്രാഫ് റെഡിയാക്കുക. ഞാൻ ഗ്രാഫിൽ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ, പക്ഷേ നിങ്ങൾ കൃത്യമായിട്ട് ഗ്രാഫിൽ കാണിക്കണം. ഇനി ഗ്രാഫിൻ്റെ സ്കെയിൽ എഴുതിയത് ഞാനിവിടുന്ന് മാച്ച് കളയുന്നു. നമുക്കവിടെ വേറെ കാര്യങ്ങൾ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഗ്രാഫ് വരച്ചോ? നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. ഇങ്ങനെ ഒരു ഗ്രാഫാണ് നിങ്ങൾക്ക് കിട്ടുക. എല്ലാവർക്കും കിട്ടിയോ ഗ്രാഫ്? കിട്ടിയല്ലോ അല്ലേ? അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഗ്രാഫ് ടൈം ആക്സിസിന് പാരലലായ ഒരു ഗ്രാഫാണ്. അത് യൂണിഫോം മോഷൻ്റെ ഗ്രാഫാണ്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വളരെ ശ്രദ്ധിക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഗ്രാഫ്
വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിനെ കുറിച്ച് നല്ല ഗ്രാഹ്യമുണ്ടാവണം. അതുകൊണ്ട് ആദ്യത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു, ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ടൈം ആക്സിസിന് പാരലാണെങ്കിൽ ഏത് തരത്തിലുള്ള മോഷനായിരിക്കും? അത് യൂണിഫോം മോഷൻ ആയിരിക്കും. സോ ഇഫ് വി ടി ഗ്രാഫ് ഈസ് പാരലൽ ടു ദി ടൈം ആക്സിസ്, ഇറ്റ് ഈസ് എ യൂണിഫോം മോഷൻ. ഇനി നിങ്ങൾ ഈ ഗ്രാഫിൻ്റെ അടിയിലുള്ള ഈ ഏരിയ ശ്രദ്ധിക്കുക. ഈ ഏരിയ, ആ ഏരിയ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ഈ ഭാഗം 5, ഈ ഭാഗം 8. അപ്പം നിങ്ങൾക്ക് കിട്ടുന്നത് ഈ കാര്യമായിരിക്കും. അപ്പോൾ ഈ ഏരിയ നിങ്ങൾ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 40 മീറ്റർ, അതായത് ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. ഇത് വെലോസിറ്റി ടൈം ഗ്രാഫിനെ കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏരിയ അണ്ടർ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണ്. നിങ്ങൾ എഴുതി വെച്ച് പഠിക്കണം, കാണാതെ പഠിക്കണേ. എന്താണ് പറഞ്ഞ ആശയം? ഏരിയ അണ്ടർ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി അടുത്ത കാറ് നോക്കുക. കാർ 2. കാർ 2-ൻ്റേത് -8 ആണ്. എല്ലാം -8 ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ഒന്നാമത്തെ കാറ് വലതു ഭാഗത്തേക്കാണ് പോയത് എങ്കിൽ രണ്ടാമത്തെ കാറ് എങ്ങോട്ടാണ് പോകുന്നത്? ഇടതു ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഗ്രാഫ് എവിടെയായിരിക്കും ഉണ്ടാവുക? ഇങ്ങനെയായിരിക്കും ഗ്രാഫ് ഉണ്ടാവുക. ഇങ്ങനെയായിരിക്കും ആ ഗ്രാഫ് ഉണ്ടാകുന്നത്. കറക്റ്റ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏരിയ പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കുമോ? ദ ഏരിയ വിൽ ബി നെഗറ്റീവ്. ഇനി മൂന്നാമത്തെ കാറിലേക്ക് പോയാലോ? ദ തേർഡ് കാർ C3V. മൂന്നാമത്തെ കാറിൻ്റെ ഡാറ്റ ഞാൻ എഴുതാം, നിങ്ങൾ ശ്രദ്ധിക്കണേ. 2 കാര്യങ്ങളാണ്. ഒരു ഡാറ്റ തന്നാൽ ഗ്രാഫ് വരയ്ക്കാനും ഗ്രാഫ് കണ്ടാൽ ഡാറ്റ എന്താണെന്ന് മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് കഴിയണം. ഇവിടെ ഡാറ്റ ഞാൻ തരുന്നത് നോക്കുക. നോക്കിക്കേ, ഡാറ്റ എങ്ങനെയാണുള്ളത്? T 0 ആകുമ്പോൾ വെലോസിറ്റി 0 ആണ്, മീൻസ് കാർ ഈസ് അറ്റ് റെസ്റ്റ്. ദെൻ ആഫ്റ്റർ 1 സെക്കൻഡ് ഇറ്റ്സ് വെലോസിറ്റി ഈസ് 2 meter per second and velocity increases. Velocity increases, generally you can say, is that what kind of car? Is that car in uniform motion, stationary, or it is an accelerated car? Very good, it is an accelerated car. And you see, പെട്ടെന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടുന്ന് 2 ആണ് ഓരോ സ്റ്റെപ്പിൽ നമ്മൾ കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ആക്സലറേഷൻ എത്രയാണ്? +2 meter per second² ആണ്. ഞാൻ ഈ ഡാറ്റ ഇവിടുന്ന് മായ്ച്ച് കളയുന്നു, കൺഫ്യൂഷൻ ഉണ്ടാവേണ്ടെന്ന് കരുതിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ കാറിൻ്റെ ആക്സലറേഷൻ ഞാൻ ഇവിടെ എഴുതാം അല്ലേ. A = 2 meter per second² ആണ്. ഈ ഗ്രാഫ് നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്, ഇതിൻ്റെ ഗ്രാഫ്. അപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ മായ്ച്ച് കളയുന്നു. നിങ്ങൾക്ക് ഒന്നുകിലൊരു പുതിയ ഗ്രാഫ് വരയ്ക്കാം, നിങ്ങൾ ഒന്നുകിലൊരു പുതിയ ഗ്രാഫ് വരയ്ക്കുക, അല്ലെങ്കിൽ ആ ഗ്രാഫിൽ തന്നെ മനസ്സിലാക്കി ചേർത്ത് വരയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് വരച്ച് നോക്കിക്കുക എങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇവിടെ വരച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 5 സെക്കൻഡ് കൊണ്ട് ഇങ്ങനെയാണ് നമുക്ക് ഗ്രാഫ് കിട്ടുക. ഗ്രാഫ് കിട്ടിയ നിങ്ങൾക്ക്? ഈ ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? നമ്മൾ ഈ കാറ് 5 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം പോയി നമുക്ക് കണ്ടുപിടിക്കാം. ഇതൊരു വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? നമ്മൾ പഠിച്ചല്ലോ, ഏരിയ അണ്ടർ ദിസ് ഗ്രാഫ്. ഏരിയ അണ്ടർ ദ ഗ്രാഫ് എങ്ങനെ? ദിസ് ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. സോ ഹൗ ഡു യു ഫൈൻഡ് ദാറ്റ്? ½ BH
ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 5 ഇൻറ്റു എച്ച് എത്രയാണ് ഇവിടെ വരേണ്ടത്? 10 ആണ്. സോ ദിസ് ഈസ് 25 മീറ്റേഴ്സ്. എല്ലാവർക്കും കിട്ടിയോ? അതായത് ഈ മൂന്നാമത്തെ കാർ ഏത് ഭാഗത്തേക്കാണ് പോകുന്നത്? റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വലത് ഭാഗത്തേക്ക് പോകുന്ന കാറാണ്. ഓക്കെ, ഇപ്പോൾ കാറ് നേരെ അങ്ങ് പോവുക ചെയ്തത്. കാറ് 5 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം പോയിട്ടുണ്ട്? 25 മീറ്റർ പോയി. നിങ്ങൾക്ക് മനസ്സിലായില്ലേ അത് ചെയ്തത്? നമ്മൾ ഏത് ഏരിയയാണ് കണ്ടുപിടിക്കുക? ഡിസ്പ്ലേസ്മെൻറ്റായി നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഈ ഏരിയയാണ്. ഈ ഏരിയ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതിനാണ് ഈ ഫോർമുല ഉപയോഗിച്ചത്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം നോക്കുക. കാർ 3യെ കുറിച്ചാണ് പറയുന്നത്. കാർ 3യുടെ ഗ്രാഫ് ഇതാണ്, C3. ഈ കാറിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത് ഇവിടെ. ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ച് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു tan θ ഈസ് ഈക്വൽ ടു എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ഇവിടുന്ന് ഈ ആംഗിളിൻ്റെ tan θയാണ് വേണ്ടത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? 10 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? 5. സോ യു വിൽ ഗെറ്റ് ദിസ് ആസ് 2 meter/second². ഇറ്റ് ഈസ് ദിസ് വാല്യൂ. ഓക്കെ, ദാറ്റ് ഈസ് എന്താ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ആശയം? ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുക? ആ വസ്തുവിൻ്റെ ആക്സിലറേഷനാണ് കിട്ടുക. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് 2 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒന്ന്, ആ ഗ്രാഫ് വരച്ചിട്ട് ദി ഏരിയ ബിലോ ദാറ്റ് ഗ്രാഫ് വിൽ ഗിവ് യു ദ ഡിസ്പ്ലേസ്മെൻറ്റ്. ദ സെക്കൻഡ് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദാറ്റ് ഗ്രാഫ് വിൽ ഗിവ് യു ദ ആക്സിലറേഷൻ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ഒന്നാമത്തെ കാറിൻ്റെ ആക്സിലറേഷൻ എത്രയാണ്? ഒന്നാമത്തെ ഗ്രാഫ് നേരെയാണുള്ളത്, അതിന് സ്ലോപ്പ് ഇല്ല, സ്ലോപ്പ് 0 ആണ്. അപ്പോൾ അതിൻ്റെ ആക്സിലറേഷൻ എത്രയായിരിക്കും? 0 ആയിരിക്കും. ആക്സിലറേഷൻ 0 ആയ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ 0 ആണെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് അല്ലേ? അപ്പോൾ യൂണിഫോം മോഷനാണ്. അതായത് യൂണിഫോം മോഷൻ ഈസ് ആൻ ആക്സിലറേഷൻ 0 മോഷൻ. അപ്പോൾ ഇവിടെയുള്ള ആക്സിലറേഷൻ ഇതിൻ്റെ രണ്ടിൻ്റെയും ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി നമുക്ക് നാലാമത്തെ കാറിൻ്റെ വരച്ചാലോ? നാലാമത്തെ കാറ് 0, -2, -4 എല്ലാത്തിലും മൈനസ് ചേർത്തു. എല്ലാത്തിലും മൈനസ് ചേർത്താൽ എന്താ വ്യത്യാസം ഉണ്ടാവുക? കാറ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് വലത്തോട്ട് പോകുന്ന കാറാണ് കാർ 3 എങ്കിൽ കാർ 4 വിൽ ബി ഓക്കെ സ്റ്റാർട്ടിങ് ഫ്രം rest and moving towards the left side. So how will that graph comes here? It will be something like this. ഇത് 10 ആണ് ഇവിടെ, ഞാനിങ്ങനെ മാർക്ക് ചെയ്യുന്നു. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് വരയ്ക്കുക. ഓക്കെ, ദിസ് ഈസ് കാർ 4. കിട്ടിയില്ലേ? ഇനി നമ്മൾ കാർ 5 C5. ഞാൻ ഡാറ്റ എഴുതാം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് പറയണേ. 8, 10, 12, 14, 16 4 സെക്കൻഡ് വരെ 20. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ഗ്രാഫ് ഉണ്ടാവുക? എന്താണ് അവസ്ഥ എന്നൊന്ന് നോക്കിക്കുക നിങ്ങൾ. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ കാണുമ്പോൾ, നിങ്ങൾ അടുത്ത് വരുമ്പോൾ 0 വെലോസിറ്റി 0 ടൈമിൽ, അതായത് നിങ്ങൾ അതിനെ കണ്ടു തുടങ്ങുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എത്രയാണ്? 8 meter/second ആണ്. ആൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ടു ദ കാർ ആഫ്റ്റർ ദാറ്റ്? ടെൽ മീ. യെസ്, വെലോസിറ്റി ഇൻക്രീസസ് പ്രോഗ്രസീവ്ലി. നമ്മൾ ഒറ്റ നോട്ടം നോക്കി നമുക്ക് മനസ്സിലാവും 2 meter/second വെച്ചിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. വി സേ വെലോസിറ്റി ചേഞ്ചസ് ബൈ 2 meter/second ഇൻ എവറി സെക്കൻഡ്. means the acceleration is again 2 meter/second². So this is an accelerated motion. Okay, എത്രയാണ് ആക്സിലറേഷൻ? ഇത് തന്നെയാണ് ആക്സിലറേഷൻ. സോ A is equal to this much we are writing. അപ്പോൾ ഗ്രാഫ് എങ്ങനെയായിരിക്കും വരിക? എവിടെ നിന്നായിരിക്കും തുടങ്ങുക?
ഗ്രാഫ് തുടങ്ങേണ്ടത് ഇവിടെ നിന്നാണ്, ഇവിടെ 20 വരെ ഇങ്ങനെ. സോ ദിസ് ഈസ് C5. ഐഡിയ മനസ്സിലായോ? Have you finished that? Then C6. ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇനി C6 എന്ന് പറയുന്ന കാറിൻ്റെ ഡേറ്റ എങ്ങനെയാവാനാണ് സാധ്യത? ഓക്കെ, യെസ്, യു ഗസ്ഡ് ദാറ്റ് ദ വെലോസിറ്റി ഇറ്റ് ഈസ് 8 -8 -10 -12 -14 -16 -20 means what? You start seeing the car with a velocity 8 meter per second moving to the left side. How you understood that the car is moving towards the left side? Because it carries the velocity value carries a minus sign, means the car is moving towards the left. Now what kind of motion is that? Is it a uniform motion or what kind of motion? Is it a uniform motion? No, it's not a uniform motion. If it's a uniform motion, velocity must be a constant. What kind of motion is this? This is a accelerated motion or uniformly accelerated motion. You see, every step -2 is added, means it is a uniformly accelerated motion. എന്തുകൊണ്ടാണ് യൂണിഫോംലി ആക്സിലറേറ്റഡ് ആണെന്ന് പറയുന്നത്? ഓരോ സെക്കൻഡും കഴിഞ്ഞ് നമ്മൾ കൂട്ടുന്നത് എത്ര വെച്ചിട്ടാണ്? -2 വെച്ചിട്ടാണ്. അപ്പോൾ ആക്സിലറേഷൻ ഉണ്ട്, അത് യൂണിഫോമാണ്. അതുകൊണ്ട് നമ്മൾ പറയും ഇറ്റ്സ് എ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഗ്രാഫ് എവിടെയായിരിക്കും തുടങ്ങുക? ഇവിടെ ആയിരിക്കും തുടങ്ങുക, ഇവിടെ ആയിരിക്കും തീരുക, ഇങ്ങനെ. വരച്ചില്ലേ? സോ ദാറ്റ് ഈസ് C6. സോ ഷാൽ വി ഗോ ടു ദി നെക്സ്റ്റ് കാർ? നെക്സ്റ്റ് 2 കാർസ് എങ്ങനെയായിരിക്കും? ക്യാൻ യു ഗസ്? നോക്കുക, C7 ആൻഡ് C8. സ്ഥലം തീർന്നു. അപ്പോൾ നമുക്ക് 8 കാറേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. നോക്കുക, 8 6 4 2 0. ഓ, ഡാറ്റ നോക്കിയിട്ട് പറഞ്ഞ എന്താണ് കാരണം സംഭവിക്കുന്നത്? ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. You start seeing the car at velocity 8 meter per second. Is that a stationary car? No. Stationary car ആണ് velocity 0 ആയിരിക്കണം. Is that a moving car? Yes. It has a velocity, start seeing with a velocity 8 meter per second and subsequently velocity decreases. Velocity കുറയാണ് ചെയ്യുന്നത്. നമ്മൾ കുറയ്ക്കുന്നത് -2 വെച്ച് കൂട്ടുക. -2 കൂട്ടുമ്പോഴാണ് 6 ആകുന്നത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി പോസിറ്റീവാണ്, ആക്സിലറേഷൻ എത്രയാണ്? -2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. വെലോസിറ്റി പോസിറ്റീവ്, ആക്സിലറേഷൻ നെഗറ്റീവ്, മീൻസ് ഇറ്റ് ഈസ് എ സ്ലോവിങ് ഡൗൺ കാർ. ഓക്കെ, ഇനി നമ്മളുടെ ഗ്രാഫിൽ വരയ്ക്കുമ്പോൾ എങ്ങനെയായിരിക്കും വരിക? അത് ഗ്രാഫ് ഇവിടെ നിന്നായിരിക്കും തുടങ്ങുക, ഇങ്ങനെ ആയിരിക്കും വരിക. 4 സെക്കൻഡിൽ നിന്ന് പോയി. നോക്കിക്കേ, ഇവിടെ വന്നപ്പോൾ നിന്ന് പോയി. 4 സെക്കൻഡിൽ നിൽക്കുവേ. 4 സെക്കൻഡുണ്ട്. 5 സെക്കൻഡ് വരെ വരയ്ക്കാനില്ല. 5 സെക്കൻഡിലേക്ക് ഗ്രാഫ് ഇങ്ങനെ നേരെ വരച്ചാൽ മതി. അത് 0 തന്നെ, ആ കാർ അവിടെ നിൽക്കുകയാണ്. ഓക്കെ, ഇനി ഇവിടെ നിന്നാണെങ്കിലും അങ്ങനെ തന്നെ ഇങ്ങനെയായിരിക്കും. അല്ല, നമ്മൾ ഡാറ്റ വരച്ചില്ല. ഇത് കാർ നമ്പർ എത്രയാണ്? 7 ആണ്. ഇത് കാർ നമ്പർ 8 ആണ്. ഞാൻ വരയ്ക്കുന്നതിന് മുന്നേ എഴുതുന്നതിന് മുന്നേ അറിയാണ്ട് വരച്ചു പോയി. അപ്പോൾ അവിടുത്തെ ഡാറ്റ എങ്ങനെയായിരിക്കും വരേണ്ടത്? C8 velocity -8 -6 -4 -2 0. I hope you understood the situation. ഓക്കെ, അപ്പോൾ നമ്മൾ 8 കാറുകൾ വരച്ചു. അല്ല, 8 കാറുകൾ വരച്ചെന്നല്ല, 8 കാറുകളുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചു. ഈ 8 സിറ്റുവേഷൻസ് മാത്രമേ സത്യത്തിൽ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളൂ. നിങ്ങളിതെല്ലാം നന്നായിട്ട് വരച്ച് പഠിക്കുക. ഇനി വേറൊരു സാഹചര്യം ഇതിൽ വരാനില്ല. അതുകൊണ്ട് ഈ 8 എണ്ണവും കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക. എവിടെ നിന്നാണ് ഗ്രാഫ് തുടങ്ങേണ്ടത്, എങ്ങനെയാണ് വരയ്ക്കേണ്ടത്, ഇതെല്ലാം നന്നായിട്ട് ഒന്നിൽ സെപ്പറേറ്റ് ഗ്രാഫുകളിൽ വരച്ച് പഠിക്കാം,
അല്ലെങ്കിൽ ഓരോരോ ഗ്രാഫുകൾ വരച്ച് പഠിക്കാം. ഞാൻ ഈ കാണിച്ച ഗ്രാഫ് എല്ലാം കൂടെ ഒന്നിച്ച് വരച്ച ഗ്രാഫാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കാം. അപ്പോൾ നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ എല്ലാ ഓപ്ഷൻസും പഠിച്ചു. ഇനി നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നു. കാണാം. ടൈം എക്സ് ആക്സിസിൽ, വെലോസിറ്റി വൈ ആക്സിസിൽ. ഗ്രാഫ് വരയ്ക്കുന്നത് നന്നായി ശ്രദ്ധിക്കുക. 5 സെക്കൻഡ്, 10 സെക്കൻഡ്, 15 സെക്കൻഡ്, 20 സെക്കൻഡ്. ഒരു കാറ് പോകുന്നതിൻ്റെയാണ് വരയ്ക്കുന്നത്. ഇവിടെ 10 മീറ്റർ പെർ സെക്കൻഡ്, 20 മീറ്റർ പെർ സെക്കൻഡ്. ഇങ്ങോട്ടും അതേപോലെ തന്നെ -10 -20. ഞാൻ വരച്ച ഗ്രാഫ് ശ്രദ്ധിക്കുക. അതിങ്ങനെ ഓക്കെ. അതിനുശേഷം ഇങ്ങനെ. ഇതാണ് ഗ്രാഫ്. ഒരു കാറിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഹോംവർക്കായി തരികയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാറ് പോയ പാത്ത് ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടെത്തുക. ഡിസ്റ്റൻസ് എത്രയാണ്? കാറിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? അപ്പോൾ കാറിനെ നിങ്ങൾ കണ്ടു തുടങ്ങി. ഈ ഗ്രാഫിൽ ഓരോ സമയത്തും കാറിന് എന്താണ് സംഭവിക്കുന്നത്? ഉദാഹരണത്തിന് 10 മുതൽ 15 സെക്കൻഡ് വരെയുള്ള സമയത്ത് കാർ യൂണിഫോം മോഷനിലാണോ, റെസ്റ്റിലാണോ, ഏത് തരം ആക്സിലറേഷനാണ്? ഇങ്ങനെ എല്ലാ തരം ചോദ്യങ്ങളും ചോദിക്കാം. അതുകൊണ്ട് വളരെ വിശദമായിട്ട് ഈ വെലോസിറ്റി ടൈം ഗ്രാഫ് ചെയ്ത് പഠിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള എക്സർസൈസ് നമ്മൾ തരുന്നില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു എക്സർസൈസാണ്. നന്നായി വീട്ടിൽ നിന്ന് ചെയ്ത് പഠിക്കണം. എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.